ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു സ്കിൻ കെയർ ഓയിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. സ്ത്രീ പുരുഷ ഭേദമന്യേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാരറ്റ് ബീട്രൂട്ട് ഓയിലാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മുടെ മുഖത്തും ശരീരത്തിലും ഉണ്ടാകുന്ന കരുവാളിപ്പ് മാറ്റി നമ്മുടെ സ്കിൻ നല്ല കളർ വെക്കാൻ ഈ ഓയിൽ സഹായിക്കുന്നു. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 250 ഗ്രാം ബീട്രൂട്ടും 250 ഗ്രാം ക്യാരറ്റും എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ രണ്ടും തുല്യ അളവിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് നമുക്കൊരു ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീട്രൂട്ടും ക്യാരറ്റും ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വെള്ളം ചേർക്കാതെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റി ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കാം. ഏകദേശം 1/4 കപ്പ് വീതം ഇതിൻ്റെ ചാറ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വലിയ 2 തേങ്ങ എടുത്ത് ചിരകി അതിൻ്റെ പാൽ പിഴിഞ്ഞെടുക്കാം. തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അല്പം ചുടുവെള്ളം ഒഴിച്ച് നന്നായി അടിച്ചെടുത്ത് അതിൻ്റെ പാൽ നമുക്ക് അരിച്ച് മാറ്റാം. ഏകദേശം 4 കപ്പോളം പാല് കിട്ടിയിട്ടുണ്ട്. ചുവട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ തേങ്ങാപ്പാലൊന്ന് അളന്നെടുത്തിട്ടുണ്ട്. 4.25 കപ്പ് തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാത്രമേ നമ്മളിത് കുക്ക് ചെയ്യാവൂ, ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ തിളച്ച് തൂവിപ്പോവാൻ സാധ്യതയുണ്ട്. തേങ്ങാപ്പാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അത് തിളച്ച് തൂവിപ്പോവും. ഏകദേശം അതിനകത്തുള്ള വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. തേങ്ങാപ്പാലിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ്. നിങ്ങൾക്ക് അങ്ങനെയുള്ള മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിൽ പച്ചമഞ്ഞൾ ചതച്ച് ചേർത്താലും മതി. മഞ്ഞൾപ്പൊടി അലർജി ഉള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഞാൻ ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും ചാറ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി കൈവിടാതെ ഇളക്കുക. ഏകദേശം നമ്മുടെ ഓയിൽ ഇവിടെ കുക്കായി വരുന്നുണ്ട്. കണ്ടോ, സൈഡിൽ നിന്നൊക്കെ ഓയിൽ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. കുറച്ച് സമയം കൂടെ വെച്ച് നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഒരു മണൽത്തരി പോലെ നമ്മൾ ചേർത്ത ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും ഒക്കെ ആ തരികളൊരു മണൽത്തരി പോലെ കാണുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ അതിനകത്തുള്ള എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു മണൽത്തരി പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടോടെ തന്നെ നമുക്കിതൊരു അരിപ്പയിലേക്ക് മാറ്റി അരിച്ചെടുക്കാം. ഇല്ലെങ്കിൽ ആ പാത്രത്തിൽ കിടന്ന് ആ എണ്ണ അങ്ങ് കറുത്തു പോകും. ഒരു സ്പാച്ചുലയോ സ്പൂണോ വെച്ചിട്ട് നന്നായി പ്രസ് ചെയ്ത് അതിലുള്ള എണ്ണ മുഴുവൻ നമുക്ക് അരിച്ചു മാറ്റാം. അരിച്ചു മാറ്റിയ എണ്ണ നമുക്കൊരു ഗ്ലാസ് ബോട്ടിലിലേക്ക് മാറ്റാം. ഇനി ഒരു ദിവസം കഴിയുമ്പോൾ നമുക്കിത് ശ്രദ്ധിച്ചാൽ കാണാം, മുകളിൽ എണ്ണ തെളിഞ്ഞു നിൽക്കുന്നതും അതിനടിയിൽ ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും മിശ്രിതം ഓരോ ലെയറുകളായിട്ട് നിൽക്കുന്നതും കാണാം. അപ്പോൾ മുകളിൽ തെളിഞ്ഞു വന്ന ആ എണ്ണ നമുക്ക് മറ്റൊരു ബോട്ടിലിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1 മാസം തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് കാണാം. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.